ഐ ഗെസ് വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ഒക്ടോബർ 6. ഇന്ന് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. പിന്നീട് ആദ്യം ഒരു പുൾ ബാക്ക് തന്നു. വീണ്ടും ആ ഒരു ബൈയിങ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഇന്നൊരു ബുള്ളിഷ് വ്യൂ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് പുൾ ബാക്കിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്തതാണ്. ബട്ട് ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റ് റിവേഴ്സ് അവിടെ നിന്ന് ഒരു ഗ്രീൻ കാൽ വന്ന സമയത്ത് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നും ഇനി ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് കോൾ ഓപ്ഷൻ തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു ഡേ ഹൈ ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ട്രേഡ് എടുത്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ അനുസരിച്ച് സ്റ്റിൽ ബയേഴ്സ് ആണ് കൺട്രോൾ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. തൊട്ട് മുകളിൽ 56,000 ലെവൽ ഉണ്ട്. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു കൺസൾട്ടേഷൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ അപ്പോൾ എന്തായാലും ഞാൻ ട്രേഡ് എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട്. സോ ഡേ ഹൈ ഇവിടെ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. എൻ്റെ ഓർഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. റെഗുലർ ക്വാണ്ടിറ്റി 140. സോ ഈ ഒരു ഡേ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത ആ ഒരു ക്യാൻഡിൽ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഒരു ട്രേഡ് എടുത്തിരുന്നത്. ആൻഡ് പ്രീമിയം നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു മൂവ്മെൻറ്റ് സ്ട്രെങ്ത് മൂവ്മെൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്രീമിയത്തിൻ്റെ ഒരു ഹൈ ലെവലിലാണ് ഇപ്പം ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. സോ നല്ലൊരു ബ്രേക്ക് ഔട്ട് 56,000 ലെവലിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നാൽ മാത്രമേ ഒരു പ്രീമിയത്തിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുള്ളൂ. ഓക്കെ, ഷോർട്ട് ലെവൽ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യട്ടെ. ബ്രേക്ക് ഔട്ട് ചെയ്ത് എങ്ങനെയാണോ നോക്കിയിട്ടാണ് എൻ്റെ പ്രോഫിറ്റ് ഞാൻ അവിടെ ബുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എടുക്കാനുള്ള റീസൺ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി അപ്പ് ട്രെൻഡ് ആണ്. ഏകദേശം ഈ ഒരു ലെവലിൽ നിന്ന് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് അവിടെ നടന്നതായിട്ട് കാണാം. സോ ബയേഴ്സ് ആണ് കൺട്രോളിൽ മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഇനീഷ്യലി മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തന്നിരുന്നു. അവിടെ എനിക്ക് ട്രേഡ് ആക്ച്വലി മിസ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത സമയത്താണ് നെക്സ്റ്റ് എൻട്രി എടുത്തത്. അപ്പോൾ പുതിയ ബയേഴ്സ് മാർക്കറ്റിൽ വരുവാണെങ്കിൽ മാർക്കറ്റിനെ വീണ്ടും അപ്സൈഡിലോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. പ്രീമിയത്തിൽ ഈ ഒരു ഹൈ കൂടി ഒന്ന് സ്ട്രോങ് ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ മേ ബി ഒന്ന് സ്ക്വയർ ഓഫ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. റൈറ്റ്. പിന്നെ നമുക്ക് ഈ ഒരു ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ആ ഒരു 10ൻ്റെ അടുത്താണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ലോ വോളറ്റിലിറ്റി ആണ് മാർക്കറ്റിലുള്ളത് തന്നെ. നിഫ്റ്റി ഓൾസോ ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. യെസ്, നിഫ്റ്റി അത്യാവശ്യം സ്ട്രോങ് ആണ്. ഓക്കെ, സോ എനിവേ കോൺഫിഡൻറ്റോടെ എടുത്തൊരു ട്രേഡാണ്. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഇൻ കേസ് വർക്ക് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരുന്ന സമയത്ത് അവിടെ നിന്ന് എങ്ങനെയാണോ നോക്കിയിട്ട് അവിടെ നിന്ന് എൻ്റെ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യും. അതിൻ്റെ ടാർഗറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 56,000 ലെവൽ ബ്രേക്ക് ഔട്ട് നടന്നിട്ട് എങ്ങനെയാണോ നോക്കിയിട്ട്. സോ ഇപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി. എൻട്രി എടുത്തിട്ട് മാർക്കറ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ തന്നെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ 56,000 ലെവലിൻ്റെ തൊട്ട് താഴെയാണ്. ഒരു കൺസോൾട്ടേഷൻ ചെയ്ത് ബ്രേക്ക് ഔട്ടുള്ള സാധ്യതകൾ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് മാർക്കറ്റ് എന്നോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. വളരെ സ്ലോ മൂവ്മെൻ്റ് ആണെങ്കിലും പ്രീമിയം ആണെങ്കിലും അങ്ങനെ വലിയ മൂവ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. നോക്കാം. എൻ്റെ ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, സോ ട്രേഡ് എടുത്തിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ആ ഒരു ഡയറക്ഷനിലോട്ട് തന്നെയാണ് മൂവ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിലും വലിയ മൂവ്മെൻറ്റ് പ്രീമിയത്തിലൊന്നുമില്ല. ആ ഒരു മൊമെൻറ്റം വളരെ സ്ലോ ആണ് മാർക്കറ്റിൽ. പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ ഒരു 40 പോയിൻ്റ് അടുത്തുണ്ട്. ഞാൻ ഇനി അധികം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. കാരണം മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റൂള് മാക്സിമം ഒരു 12 മണിക്കുള്ളിൽ ട്രേഡ് അവസാനിപ്പിക്കുന്നതാണ്. സമയം ഏകദേശം ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ്. പിന്നെ നമ്മളിപ്പം ഇനി ഒരുപാട് ഹോൾഡ് ചെയ്ത് ഇനിയിപ്പോൾ റിവേഴ്സിലേക്ക് വരുവാണെങ്കിൽ വെറുതെ നമുക്ക് ഒരു ഇമോഷണൽ പെയിൻ കൂടി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കോൺഫിഡൻറ്റ് നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. ചെറിയ പ്രോഫിറ്റാണ്. ബുക്ക് ചെയ്യാനുള്ള റീസൺ ആസ് പെർ സിസ്റ്റം ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഞാൻ നോർമലി ടാർഗറ്റ് ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് മാക്സിമം കേസിൽ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഏർലി ഒരു എക്സിറ്റ് ചെറിയ പ്രോഫിറ്റ് ആണെങ്കിൽ ബുക്ക് ചെയ്ത് നിൽക്കുന്നത്. സോ അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡ് ഒന്നുമില്ല. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ.